ആദ്യമേ പറഞ്ഞു തുടങ്ങട്ടെ, ഇതൊരു കുറ്റപ്പെടുത്തുന്ന വീഡിയോ അല്ല. നാളത്തേക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുമില്ല. ചെറിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കുക, നശിപ്പിക്കാതിരിക്കുക, ഭംഗിയായി നിലനിർത്തുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ റോഡ് സൈഡിലൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിന് വെള്ളം പരിപാലിക്കുക. അറ്റ്ലീസ്റ്റ് കടയിലുള്ള ആൾക്കാർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി പള്ളിയിൽ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു നേരമെങ്കിലും ഒരു നേരം വെള്ളം ഒഴിച്ചിട്ട് മരങ്ങളൊക്കെ വളർത്തിയെടുക്കുക. ഇതൊക്കെ സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, അതിനെ പ്രതിരോധിക്കാൻ ഹെൽപ്ഫുള്ളാകും. രണ്ട്, മലകളും കുന്നുകളൊക്കെ ആണികളാണ് എന്നാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുക? ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഇത് കോറിയൊക്കെ പറ്റിച്ച് വടിച്ചെടുക്കുകയാണ് സാധാരണ നമ്മൾ കാണുന്നത്. ഇതിൽ ഇന്ന് നാളെ നീന്നാണ്. എന്നിരുന്നാലും നാളത്തേക്ക് വേണ്ടി നമ്മൾ ഇന്ന് തന്നെ ഒന്നും ഇങ്ങനെ ചെയ്തിടേണ്ട ആവശ്യമില്ലല്ലോ. ഹലോ, ഇന്ന് ഡേറ്റ് 30 ജൂലൈ 2024. ഇന്നത്തെ പ്രഭാതം ന്യൂസ് ഭയങ്കര സങ്കടകരമായിരുന്നു. മറ്റൊന്നുമല്ല, വയനാട്ടിൽ ഉരുൾ പൊട്ടി ഏകദേശം 240ഓളം കുടുംബങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്നുള്ള കുറച്ച് കഴിഞ്ഞാലേ കണക്ക് അറിയാൻ പറ്റുള്ളൂ. മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ളത് ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇതെല്ലാം അതായത് മനുഷ്യന്മാർ മതത്തിൻ്റെ പേരിലും അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെയാണ് തമ്മിലടിക്കുന്നത്. ആരും നമ്മുടെ പ്രകൃതിനെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞാൽ അത് ആരും ഫോളോ ചെയ്യാനും നോക്കുന്നില്ല. മാക്സിമം എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോറിയുടെ പ്രശ്നമാണെങ്കിൽ അങ്ങനെ, പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഒരു മടിയും കൂടാതെ ഒക്കെ അല്ലേ നമ്മൾ കടയിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങലും അതിനുശേഷം അത് പ്രകൃതിയിലേക്ക് തള്ളിയിടലും, ഏത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കോറികൾ, ഞാനൊരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 12-15 വർഷം അറിയില്ല, ഏതായാലും ഒരു 10 വർഷം കൂട്ടാം, 13 വർഷത്തിന് മുമ്പൊക്കെ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ ഇങ്ങനെ കോറി പൊട്ടിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. അപ്പോൾ അന്ന് ഈ നല്ലത് പറയുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെ ആണെങ്കിൽ ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണ്. അങ്ങനെ ആ സമയത്ത് ഒരാൾ പറഞ്ഞ മറുപടിയാണ്, അവിടെ കോറിയുടെ പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞാൽ കുറേ കുടുംബങ്ങൾ പട്ടിണിയാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ആയുസ് കഴിയാനൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ദുരന്തങ്ങൾ വരാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും എന്നുള്ളത് അതായത് ഒരു 10 വർഷം അല്ലെങ്കിൽ കുറഞ്ഞ വർഷം. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടു തുടങ്ങിയല്ലോ ദുരന്തങ്ങളൊക്കെ വരുന്ന ഓരോ വ്യാപ്തി. ഗാർഗിൽ റിപ്പോർട്ടിലും അതൊക്കെ അങ്ങനെയുള്ളൊരു പോസ്റ്റർ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ ദുരന്തം വരുന്ന സമയത്തും അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് കാണാറുണ്ട്. അതിലിങ്ങനെ പറഞ്ഞിട്ടുള്ളത് പശ്ചിമഘട്ട നാശത്തിലാണ്. അത് പിന്നെ ഒരായുഷ്കാലമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം അറിഞ്ഞോളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേൾക്കുമ്പോൾ സങ്കടമാണ്. അതായത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ ആളുകൾ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട്
അതായത് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, എല്ലാം അറിയാം. പക്ഷേ ഇനിയെങ്കിലും മനുഷ്യന്മാരെ കണ്ണ് തുറക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. നിങ്ങളൊന്നും ദ്രോഹിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ഈ ഒരു ചെറിയ ബക്കറ്റോ ഇറച്ചി മീനൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഒരു ചെറിയ ബക്കറ്റ് കൊണ്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ബൈക്കും കാറും ഒക്കെ ഉള്ള സമയമാണ്. ആ സമയത്ത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അവിടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അതേപോലെ സഞ്ചി, വണ്ടിയിലൊക്കെ ഒരു സഞ്ചി, അല്ലെങ്കിൽ നിങ്ങളെ ബൈക്കിലോ ആക്റ്റീവയിലൊക്കെ അല്ലേ, നാട്ടിൽ കുറേ ആക്റ്റീവൊക്കെ ഉള്ളതല്ലേ, അതിലൊക്കെ ഒരു സഞ്ചി വെച്ചാൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വീട്ടിൽ വാങ്ങാൻ പറയുന്ന സമയത്ത് പിന്നെ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയും. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഈ കഴിഞ്ഞ മലബാറിലൊക്കെ ഭയങ്കരമായിട്ട് റോഡ് വികസിച്ച് കൊണ്ടുവന്ന സമയമാണ് മന്ത്രി റിയാസ്. പക്ഷെ അതിലൊക്കെ അങ്ങനെ സത്യം പറഞ്ഞാൽ നെഞ്ച് പടയാണത് കാണുമ്പോൾ. അതായത് വലിയ മരങ്ങൾ, ഈ കാണുന്ന മരങ്ങളൊക്കെ അല്ലേ, ഇതിനെക്കാട്ടി വലിയ മരങ്ങൾ, പഴയ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയ, അത് ഈ ഓർഡർ ഇടുന്ന ആൾക്കാർക്കെങ്കിലും, അല്ലെങ്കിൽ അത് ലേലത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കച്ചവടമായിരിക്കുമെങ്കിലും എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ. ഞാനിവിടെ എത്തിപ്പെടാനുള്ള ഒരു മെയിൻ റീസണ് ഞാൻ മുമ്പും പല വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയൊക്കെ തന്നെയാണ്. അതായത് പ്രകൃതി എങ്ങനെ സംരക്ഷിച്ച്, ഇവിടെ ഒരു വീട്ടിൽ മരം മുറിക്കുകയാണെങ്കിൽ പെർമിഷൻ വേണം. അതും നാട്ടിലുണ്ട് എന്നാണ് തോന്നുന്നത്, പക്ഷേ എങ്ങനെ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ അതും നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ആൾക്കാർ വരും. നമ്മൾ എന്തായാലും വലിയ മരങ്ങളൊക്കെ ആയിരിക്കുമല്ലോ മുറിച്ച് മാറ്റേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു $3000 to $6000 വരെ മുറിച്ച് മാറ്റാൻ കൊടുക്കണം. പിന്നെ അതിന് ശേഷം ആ മരക്കഷ്ണങ്ങൾ ഈ വെട്ടുന്ന ആൾക്കാരെ കൊണ്ടുപോകുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നിയമം. ഇതൊക്കെ കണ്ടില്ല, എത്ര മനോഹരമായ സീനറിയാണ്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല കൂടുതലും ഇത് ചെയ്യുന്നത്. പണം അത്യാവശ്യമാണെങ്കിൽ തന്നെ അതിന് പുറമെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലത്ത് ഭംഗി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടുന്ന് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കണ്ടു പോകാന്ന് പറഞ്ഞാൽ ഒരാശ്വാസമാണ്. ചിലപ്പോൾ ഈ കാഴ്ചയൊക്കെ നാട്ടിലും കിട്ടും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൈസ, അത് വലിയ പൈസ അല്ല എങ്കിലും ജീവിക്കാനുള്ളൊരു പൈസ നമുക്ക് കിട്ടണ്ടേ. ജീവിക്കാനും കുറച്ച് അധ്വാനിക്കാനൊക്കെ, മീൻസ് സേവ് ചെയ്യാനൊക്കെ ഉള്ള പൈസ. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ജോലി കാര്യങ്ങളൊക്കെ നോക്കണം. അതിനാണെങ്കിൽ കുറേ ടൈമും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതാണല്ലോ. ഇവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് GCCന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അത്ര എമൗണ്ട് കിട്ടും. പക്ഷേ ഈ എക്സ്പെൻസും ടാക്സും ഒക്കെ കഴിഞ്ഞാൽ അതിനേക്കാളും കുറവാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എങ്കിലും മനസ്സിനൊരു, ഈ പച്ചപ്പ് കണ്ടു പോകുന്നതും ഒക്കെ മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളാൽ കഴിയുന്നത് പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക. അത് ചെറിയ കാര്യമായിക്കോട്ടെ
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നാട്ടിലെ ഓർഗനൈസേഷൻ ഉണ്ടാക്കി തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. പണ്ട് ഞാനൊരു ഡിസൈനിങ് ഒരു ഷോപ്പ് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊരു റെഡ് കളറ് വിരിഞ്ഞു വരുന്നൊരു പൂവില്ലേ, അത് 1000 എണ്ണം നടന്നു എന്ന് പറഞ്ഞിട്ട് CPIMൻ്റെ ഒരു പോസ്റ്റർ. അത് കണ്ടത് 5 വർഷം മുമ്പാണ്. ആ പോസ്റ്റർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുകൊണ്ട്, വേറെ ഒന്നും അതിന് ശേഷം ഉണ്ടായതായിട്ട് കണ്ടില്ല. നാട്ടിൽ അങ്ങനെ മരങ്ങളോ കാര്യങ്ങളൊന്നും വെച്ചിട്ടുമില്ല. നമ്മൾ ഈ നാട്ടിലിങ്ങനെ ഗ്രാസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഇതിന് ഈ ഗ്രാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ഉണ്ടാവുന്നതാണോ അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കുന്നതാണോ എന്താണെന്നറിയില്ല. പക്ഷെ എന്തായാലും ഈ മണ്ണ് ഫലഭൂഷ്ടാണ്. കാരണം ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിരകൾ ഇതാ ഈ റോഡിലുണ്ടല്ലോ ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഇവിടുത്തെ കൃഷിയല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു വന്ന ചെടികളാണ്. നാട്ടിലെ പോലെ അവിടെ പൂക്കളുകൊണ്ട് ഓണമൊന്നുമില്ലല്ലോ. നമ്മൾ സംരക്ഷിച്ച് തുടങ്ങിയാൽ തന്നെ ഈ എടുക്കുന്നപ്പോൾ പാറകൾ പൊട്ടിക്കുന്നതാണെങ്കിലും ഒക്കെ അതവിടെ കൊണ്ടുപോയി ഒട്ടിച്ച് വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴും സംരക്ഷണം തുടങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മളോട് കഴിയുന്ന മാക്സിമം ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ മരങ്ങളൊക്കെ മുറിച്ചല്ലോ, അങ്ങനെ റോഡൊക്കെ ഉണ്ടാക്കി ആവശ്യത്തിന് കൂടുതൽ വീതി കൂട്ടി. അതുകൊണ്ട് എന്താ വണ്ടികൾക്ക് ചീറിപ്പാഞ്ഞ് പോവാം, മഴക്കാലത്ത് ചീറിപ്പാഞ്ഞ് പോയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുക. കാരണം ആൾക്കാർക്ക് സ്പീഡാണല്ലോ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ സ്പീഡ് പോകുന്ന ആൾക്കാരൊന്ന് കരുതിയിരിക്കുക. നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസ് ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്ററിലൊക്കെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ടൈം 5-10 മിനിറ്റാണ്. അതിൽ നമ്മൾ വെറുതെ നമ്മളെ ജീവൻ ഇങ്ങനെ ഓവർ സ്പീഡിൽ പോയിട്ട് പൊലിക്കണ്ട. എന്തായാലും പിന്നെ ഈ മരങ്ങളൊക്കെ മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഗ്രൂപ്പിലൂടെ കടക്കാർ ഒന്ന് മരങ്ങൾ സൈഡിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു 20 വർഷം കഴിയുമ്പോൾ കടക്കാരാകുമ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ സുഖമാണല്ലോ. അവരെന്നെ പല കടക്കാരും ഈ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ വെള്ളം വലിയ അധ്വാനമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് ഒരാൾ പറഞ്ഞ മറുപടിയാണ് ഇതാണ്, നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര നെഗറ്റീവാണ്, ആരും സപ്പോർട്ട് ഉണ്ടാവില്ല. പറഞ്ഞാണ് PW മണ്ണിൽ മരം കുഴിച്ചിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ ഉപ്പായ കൊണ്ട് പൊക്കി പറയല്ല കേട്ടോ, കാരണം നല്ല ചെയ്ത് കഴിഞ്ഞാൽ ആരായാലും പറയണം. ഇപ്പം എന്താ ചെയ്യുക, പള്ളീൻ്റെ മുന്നിൽ മരങ്ങൾ 3 മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പള്ളി പോകുന്ന സമയത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ മരങ്ങൾ കുറച്ചൊരു വലുപ്പമായിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ ദിലീപ് ഖാൻ എന്ന് പറഞ്ഞൊരു കാർട്ടൂണിസ്റ്റ് നമുക്കറിയാമെന്നറിയില്ല. അപ്പോൾ മൂപ്പരോട് പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്നുള്ളത് ഇതിനെക്കുറിച്ച്. അതായത് ആളുകൾക്ക് മാത്രമേ കാണില്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം എന്നോട് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പം ഈ PWക്കാർ വന്ന് മുറിക്കുന്നതാണ് പറഞ്ഞത്. കാരണം എന്താ പറഞ്ഞാൽ നിയമപരമായിട്ട് റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നിയമം എന്നാണ് മൂപ്പരിനോട് പറഞ്ഞത്. എന്താ സത്യം എന്നറിയില്ല. എന്തായാലും നാളെ അതിന്ന് ആ മരങ്ങളിൽ നിന്ന് കായ് ഉണ്ടായിക്കഴിഞ്ഞാലും ഈ കിളികൾ കൂട് കൂട്ടിക്കഴിഞ്ഞാലും ഒക്കെ അത് വെച്ച് പിടിപ്പിച്ച ആൾക്ക് നമ്മൾ വിശ്വസിക്കുന്ന മതമനുസരിച്ച്
അദ്ദേഹത്തിന് കൂലി കിട്ടുന്നതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കടക്കാരും ഒന്ന് നിങ്ങളെ കടയുടെ മുന്നിൽ, അതായത് നിങ്ങളെ കടയുടെ പാർക്കിംഗ് തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 20-25 വർഷം കഴിയുമ്പോൾ അവിടെ ഒരു തണൽ മരം വന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ്. അതും നമുക്കറിയില്ല ഇന്ന് നാട്ടിലെന്താ ചൂട്. വീട്ടിൽ മുമ്പ് AC പിടിപ്പിച്ച സമയത്ത് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് AC, എന്തിനാണ് AC. ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മറിലൊക്കെ അവർ എൻ്റെ റൂമിൽ പോയിട്ടാണ് കിടന്നുകൊണ്ടിരുന്നായിരുന്നത്. കാരണം അതിൻ്റെ അർത്ഥം അത്രത്തോളം ചൂടായതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. നമ്മൾ പോകുന്നത് ടൊറൻറ്റോ സ്കാർബ്രോ എന്ന് പറഞ്ഞ ഏരിയയിലൂടെയാണ്. കാനഡയിലെ ടൊറൻറ്റോക്കുള്ളിൽ തന്നെ കുറേ ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് സ്കാർബ്രോ എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഈ സമ്മറിൽ ഭയങ്കര ചൂടാണ്. ഏകദേശം 28 ഡിഗ്രിയോളം, ഇന്നലൊക്കെ 29 ഡിഗ്രി ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 3, അതായത് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒരു സെപ്റ്റംബർ പകുതി വരെ ചൂടുണ്ടാവും. എന്തായാലും ഓഗസ്റ്റ് വരെ ചൂടുണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കുള്ള സ്റ്റിച്ച് ബോളുണ്ട്. ആ വീഡിയോ ഞാൻ കൂടെ അറ്റാച്ച് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്. പിന്നെ അത് ഫുട്ബോൾ ഫീൽഡാണ്. പിന്നെ ഇപ്പുറത്തും ക്രിക്കറ്റ് കളിക്കാറുണ്ട്. കണ്ടോ, നെറ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. എൻ്റെ മനസ്സിലുള്ള 2 ആഗ്രഹമാണ് കേട്ടോ. ഒന്ന്, നമ്മൾ എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ പച്ചപ്പുള്ള ഗ്രൗണ്ട് നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് അന്നത്തെ കാലത്ത് ഓരോ പറമ്പിലും കാര്യങ്ങളൊക്കെ കളിച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മാത്രമല്ലേ, അല്ലെങ്കിൽ ടർഫ് പോയി കളിക്കണം. അതിന് പകരം ഞാൻ എന്തെങ്കിലുമൊക്കെ പച്ചപ്പുണ്ടാക്കി കഴിഞ്ഞാൽ അതായത് പഞ്ചായത്തുകാരനെ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആൾക്കാർ തീർച്ചയായും കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. കോടികൾ വരെ പിരിച്ച നാടാണല്ലോ നമ്മളെ കേരളം. അതിലൊക്കെ ഭയങ്കര അഭിമാനിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഇന്ത്യ എന്നാൽ ആവില്ല നാളത്തത്. വർഗീയത ഒന്നുമില്ലെങ്കിൽ ഇപ്പം തന്നെ സൂപ്പർ പവറാണ്. അത് വളരെയധികം കൂടും എന്തായാലും. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിടം, അതായത് അഗ്രികൾച്ചറൽ ഫീൽഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് അതെന്ത് ചെയ്യുക, റേഷൻ രീതിയിൽ ആ നാട്ടിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റം. അവിടെ ഇതവിടെ കണ്ടില്ല വേറൊരു അഗ്രികൾച്ചർ. എന്താ ഉണ്ടാക്കണേന്ന് അറിയില്ല, കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന യുവാക്കൾ വർക്ക് ചെയ്യുക, മീൻസ് ആരായാലും വർക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ രാശിയാണ് അവർക്ക് എന്ത് ചെയ്യാം, ഒരു 20,000 25,000 മാസം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും സ്ട്രക്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരെ കൊണ്ട് അധ്വാനിപ്പിക്കുക. അങ്ങനെയൊക്കെ ഇതൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷെ വെയിലുള്ള അത്ര താല്പര്യമില്ലാത്ത കാര്യം. ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എല്ലാ കാര്യത്തിലും. എൻ്റെ മനസ്സിലുള്ള 2 പദ്ധതികൾ അതാണ്. നിങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ എന്ത് സുഖമാണ്. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിദേശീയരെ കണ്ടുപഠിക്കണം. ചില കാര്യങ്ങളൊക്കെ, എല്ലാമല്ല ചില കാര്യങ്ങൾ.
അത് മുന്നേറ്റമൊക്കെ ഉണ്ടാക്കൽ എന്തിലാണ്? LGBTQ+, എന്താ സ്വവർഗരീതി എന്നല്ല പറയാ, ആണും കല്യാണം കഴിക്കുക, ലെസ്ബിയൻ, ഗേ, ഇതൊക്കെയാണ് മുന്നേറ്റം ഉണ്ടാവുന്നത്. അതേപോലെ പിന്നെ ഡ്രസ്സ് ഷോർട്ട് ചെയ്യുക, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക, ഇതിലൊക്കെയാണ് മുന്നേറ്റം. നമ്മൾ അതായത് എന്ത് തിന്മ എന്ന് പറയുന്നില്ല എങ്കിലും ഏറ്റവും നല്ലത് എന്താണോ അഡാപ്റ്റ് ചെയ്യുന്നില്ല കണ്ടില്ല പ്രകൃതി. അത് നമ്മൾ യൂറോപ്യൻ രാജ്യത്ത് എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സംഗതി ഇല്ലേ കാണാറുള്ളത്. പിന്നെ അതേപോലെ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ പച്ചപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, നമ്മളാണെങ്കിൽ ഉള്ള പച്ചപ്പ് വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഓരോ മാറ്റങ്ങൾ. പക്ഷെ കുറേ കാലം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി വരും. നമ്മളവിടെ ഒരു സ്റ്റോപ്പ് സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ സ്റ്റോപ്പ് സിമ്പിളിൻ്റെ അവിടെ വണ്ടികളൊക്കെ ഒരു 3 സെക്കൻഡ് നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരാണോ ഫസ്റ്റ് വന്നത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നറിയില്ലേ, അതേപോലെ ആരാണോ അതാ അത് കണ്ടില്ല സ്റ്റോപ്പ് സിമ്പിളൊക്കെ, ആ സിമ്പിളിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു 3 മിനിറ്റ് നിൽക്കുക, സെക്കൻഡ് നിൽക്കുക, സോറി മിനിറ്റ് അല്ല സെക്കൻഡ്, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, എന്നിട്ട് വണ്ടി എടുക്കുക. ഇത് സീകളാണ് എൻ്റെ വിശ്രമം. ഇത് വൈകിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്, സമ്മറിലൊക്കെ ഉണ്ടാവാറുണ്ട്, സമ്മറും വിൻ്ററിലും ഉണ്ടാവാറുണ്ട്. ആ വാല്യൂ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സൊക്കെ കിട്ടുന്ന, സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് മാത്രമല്ല ഐറ്റംസൊക്കെ വാങ്ങാൻ കഴിയുന്നതാണ്. അവിടെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ ഒരു $20 കൂപ്പൺ കിട്ടും. അവിടുത്തെ കൂപ്പൺ അവിടെ വെച്ചിട്ട് വാങ്ങാം, വേറെ ആൾക്കാർക്ക് അവിടെ പോയി വാങ്ങും ചെയ്യാം. നമ്മൾ ഓഫീസ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പ്രകൃതിയെ സംരക്ഷിക്കുക. ഈ മതവും രാഷ്ട്രീയത്തിന് വേണ്ടി കച്ചറ കൂടുന്നതിന് പകരം പ്രകൃതിക്ക് വേണ്ടി കച്ചറ കൂടും. അത് നമ്മുടെ നാടിനും വീടിനൊക്കെ ഉപകാരം ചെയ്യുന്ന കാര്യമാണ്. അതാണ് ഇവിടുത്തെ പോലീസ്. പിന്നെ ഇവിടെ പോകാനുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ പച്ചല്ല, മീൻസ് ആൾക്കാർക്ക് പോകാനുള്ള സിഗ്നൽ ഈ വൈറ്റാണ്, കണ്ടില്ലേ, വൈറ്റ് സിമ്പിളാണ്. പിന്നെ അത് ട്രാം, അതായത് എന്തായാലും പറയൽ, എന്തായാലും റോഡിലൂടെ കൂടെ ഓടുന്ന ട്രെയിന്, ചെറിയ ട്രെയിന്, അതിൻ്റെ പണി ഇപ്പോൾ 1.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ എത്താനായിരുന്നു, കണ്ടില്ല മരങ്ങളൊക്കെ. ഇതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോഴുള്ള തണുപ്പ് അത് നിങ്ങൾ ആസ്വദിച്ച് തന്നെ അറിയണം. എന്തായാലും നമ്മൾ നിർത്തുകയാണ്. ബൈ. അവിടെ പോയി ഒന്ന് കാണാം.
ഇതെന്താ ഓരോ ഓവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണവർ. ചെങ്ങായി ഹെൽമെറ്റ് ഇടാതാണല്ലോ കളിക്കുന്നത്. അവിടെയൊക്കെ മരമുള്ളതുകൊണ്ട് തണലുണ്ട് ഈ കുട്ടികൾക്ക്.